വേണം, ഫെൻസിംഗ് വേണമെന്നുള്ള കാര്യങ്ങളാണ്. അതിന്റെ ടെൻഡർ ആയിട്ടുണ്ടെന്ന് നേരത്തെ താങ്കൾ പറഞ്ഞിരുന്നു. എന്താണ് ഇപ്പൊ നമുക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം? എന്താണ് താങ്കൾക്ക് ഇവരോട് പറയാൻ? അല്ല, നമുക്ക് ഫെൻസിങ് തന്നെയാണ് നമുക്ക് അതിനുള്ളൊരു സൊല്യൂഷൻ. അതിനുള്ള നടപടികൾ നമ്മളായിട്ടുണ്ട്. ഇനിയിപ്പോൾ ജനങ്ങളുടെ ഒരു അഷുറൻസ് ആണ് അവർ ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർക്കൊരു വിശ്വാസത ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അതിന് കാരണം എന്താ വെച്ചാൽ ഈ തീരുമാനം ഇലക്ഷന് മുമ്പെടുത്തൊരു തീരുമാനമാണ്. കോഡ് ഓഫ് കണ്ടക്റ്റുമായി ബന്ധപ്പെട്ട് വന്നുള്ള വിഷയങ്ങൾ കാരണമുള്ള ഡിലേ ആണ്. അതിനുശേഷം ഫർദറായിട്ട് ഡിലേ ഒന്നുമില്ല. നമുക്കിപ്പോൾ ഇതിനു വേണ്ട ഫണ്ടിങ് എല്ലാം അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ടിങ് ആണ്. നമുക്കത് ഓൾറെഡി അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനായി, അത് ടെക്നിക്കൽ സാങ്ഷനായി. ഇവർ വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ഫോണിൽ വിളിച്ചാൽ കിട്ടുന്നില്ല, വാഹനങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ വാഹനങ്ങൾ വേണ്ടത്ര വാഹനങ്ങളില്ല, അപ്പം പെട്ടെന്നൊരു സംഭവം ഉണ്ടായാൽ ഓടിയെത്താൻ വൈകുന്നു എന്നൊരു ആരോപണം കൂടി ഇവർ പറയുന്നു. വാഹനമില്ലാത്തത് ഒരു വിഷയം തന്നെയാണ്. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടാത്തതെന്ന് വെച്ചാൽ റേഞ്ചിന്റെ പ്രശ്നങ്ങൾ നമ്മൾ താമസിക്കുന്ന എല്ലായിടത്തും ഉണ്ട്. അതൊരു പരിധിവരെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മളാരും പർപ്പസ്ഫുള്ളി സ്വിച്ച് ഓഫ് ചെയ്യുന്നൊന്നുമല്ല. നമുക്ക് ഓൾറെഡി ഒരു മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അത് ഈവൻ ജനപ്രതിനിധികൾ വാർഡ് മെമ്പർമാരൊക്കെ ഉണ്ട്. അതിൽ ഓൾറെഡി നമ്മൾ ഇന്നലെ ആനിമൽസിനെ ഡ്രൈവ് ചെയ്യുന്നതും ഫോളോ അപ്പ് ചെയ്യുന്നതൊക്കെ വീഡിയോസൊക്കെ അതിലുണ്ട്. ഇന്നലെ 12 മണിക്കും 1 മണിക്കൊക്കെ നമ്മുടെ സാന്നിധ്യമുണ്ട്. ഇത് പലർക്കും ഇത് അറിയില്ല, നമ്മൾ ഇവിടെ ഉള്ള കാര്യം എന്നുള്ളത് അറിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന വിഷയം. ഓക്കെ, അപ്പോൾ നമ്മൾ ACFയുടെ വാക്കുകൾ തന്നെയാണ് കേട്ടത്. ടെൻഡർ നടപടികളൊക്കെ പൂർത്തിയായി, ഫെൻസിംഗ് ഉടൻ നടക്കും. ഇത് ആളുകൾ പറയുന്നത് ഇങ്ങനെ വാഗ്ദാനങ്ങൾ മാത്രം പോരാ, തങ്ങൾ എത്രയോ കാലമായി ഇങ്ങനെ കാട്ടാന ശല്യം, വന്യമൃഗ ശല്യം കൊണ്ട് പൊറുതിമുട്ടുകയാണ്. കുഞ്ഞുങ്ങളടക്കം ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല, ആശുപത്രി ഒന്നും തുറന്നിട്ടില്ല, സ്കൂളിൽ പോയില്ല അല്ലേ? ആനനെ പേടിച്ചാണോ? ആനകൾ കാരണമായിട്ട് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ആനകൾ എന്നും ഇങ്ങനെ വരുവാണെങ്കിൽ ഞങ്ങൾ എങ്ങനെ പഠിക്കും? ഞങ്ങൾ വിദ്യാർത്ഥികളാണ്, ഞങ്ങൾ പഠിച്ചാണ് ഇനി മുതൽ മുന്നേറേണ്ടത്. ഇങ്ങനെ സ്കൂള് ഇങ്ങനെ ഭീഷണിയായി ഇങ്ങനെ അടച്ചിരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇനി പഠിക്കാനൊന്നും പോകാനായിട്ട് പറ്റില്ല. പേടിയുണ്ടാവൂലേ പോവാൻ? ഞങ്ങളുടെ വീടിന്റെ മുകളിലായിട്ടും ആനകൾ വരുന്നുണ്ട്, കാട്ടാനകളും. കഴിഞ്ഞ വട്ടം ഞങ്ങളുടെ ബസ്സിന്റെ അവിടെ ആയിട്ട് കാട്ടാനകളുണ്ട്. ഞങ്ങളുടെ ബസ് നിർത്തിയിട്ടേക്കുകയായിരുന്നു.